എല്ലാവർക്കും നമസ്കാരം. അടീനിയത്തിൻ്റെ ഫ്ലവറിങ് സീസണൊക്കെ ഏതാണ്ട് അവസാനിച്ച പോലെയാണല്ലേ. ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലത്ത് അടീനിയൻ ചെടികളെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചൊന്നല്ല പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയൻ ചെടികൾക്ക് എന്ത് വളമാണ് കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് അടീനിയത്തിൻ്റെ കമ്പ് മറ്റൊരു നാടൻ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കുക എന്നുള്ളത് തുടക്കക്കാർക്കൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എളുപ്പം ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മുടെ അടീനിയം ചെടിക്ക്. മറ്റു ചെടികളുടെ പോലെയല്ല, അടീനിയം ഗ്രാഫ്റ്റിംഗ് കുറച്ച് ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ബൊഗൈൻവില്ലൊക്കെ ചെയ്യുന്നതിലും കുറച്ച് ഈസിയാണ് അടീനിയം ഗ്രാഫ്റ്റിംഗ്. അങ്ങനെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേപോലെ പിടിച്ച് വന്നിട്ടുള്ള തൈകൾക്ക് നമ്മൾ എന്തൊട്ട് വളമാണ് കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ടേപ്പൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ അഴിച്ച് കളയുന്നത്. ഒരു 4 ഇല പരിവൊക്കെയാകുമ്പോൾ നമുക്ക് അഴിച്ച് മാറ്റാവുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഭാഗം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യത കുറയുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷിക്കും. നമ്മളിന്ന് കൊടുക്കുന്നത് ഇതാണ്. ഇതിൻ്റെ പേര് NPK എന്നാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വളമാണ് കേട്ടോ. NPK 19-19-19 അപ്പോൾ നമ്മൾ 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാണ് ലയിപ്പിച്ചിട്ട് കൊടുക്കുന്നത്. എല്ലാ ചെടികൾക്കും ഇതിൽ നിന്ന് കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വാട്ടറിങ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി വളപ്രയോഗം തുടങ്ങാൻ പോവുകയാണ്. ഒരു 4 ലീഫൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് സ്പ്രേ ആയിട്ടും കടയ്ക്കലൊക്കെ നമുക്ക് NPK കൊടുക്കാവുന്നതാണ്. ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ചെടികളെ ഒരു ഷെയ്ഡുള്ള ഭാഗത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയൊന്നും കൊള്ളാത്തൊരു ഏരിയയാണ്. ഇനി മഴക്കാലം തുടങ്ങുന്നതോടുകൂടി അടീനിയത്തിൻ്റെ വളപ്രയോഗം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാറായിട്ടുണ്ട്. അധികമായിട്ട് വളങ്ങളൊന്നും മഴക്കാലത്ത് അടീനിയത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഗ്രാഫ്റ്റ് ചെയ്ത ചെറിയ ചെടികൾക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ NPK ഒക്കെ കൊടുക്കാറുണ്ട്. അത് അവരുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ഞാനൊരു 3 മാസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് കേട്ടോ. നല്ലോണം വളർന്നിട്ടുണ്ട്. പൂക്കളും വരാൻ തുടങ്ങുന്ന ചെടികളാണ് ഇതൊക്കെ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് സാഫും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാലാണ് ചെടി നശിക്കാതെ നമുക്ക് കിട്ടുകയുള്ളൂ. പൂക്കളായാലും മഴ കൊള്ളുമ്പോൾ വേഗം തന്നെ അഴുകി പോകാറുണ്ട്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ പൂക്കളുള്ള ചെടികളൊക്കെ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്രാഫ്റ്റ് ചെയ്ത കുഞ്ഞടീനിയം തൈകൾക്ക് NPK കൊടുക്കുക. താങ്ക്